റോഡൊക്കെ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി റോഡ്. ഇനി ഒരു 6 കിലോമീറ്റർ ഉണ്ട്, നമ്മൾ ഏകദേശം അങ്ങ് എത്താറായി. ഭയങ്കര വെയിലാണ്, നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയതാണ്. ഇവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇതിനകത്ത് ആ മരത്തെ കയറി ഒരുപാട് ഫോട്ടോ എടുത്ത് അത് ഹായ് ഫ്രണ്ട്സ്, MJ വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറിയൊരു ട്രിപ്പ് യാത്ര പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനും എൻ്റെ മാലിക് ബ്രോയുമായിട്ട് ഒരു ചെറിയൊരു യാത്ര. ഇവിടെ കൊല്ലത്ത് സ്ഥലത്തിൻ്റെ പേരെന്തോ മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ പോയി നോക്കണം. ഒരു ചെറിയ ഐലൻഡാന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം പിന്നെ എല്ലാം ഈ പുള്ളിയുടെ ഒരു ഇതിലാണ്. ഞാൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ ഒന്ന് പോയി നോക്കാം എന്നൊരു ആഗ്രഹമുണ്ട്. ഫ്രണ്ട്സ് ഒരുപാട് പേര് പോയിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഐലൻഡ് ആണ്. ഞാൻ നിങ്ങളുടെ മാത്രം ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെയല്ല, ഞാൻ പോയിട്ടില്ല, പക്ഷെ എനിക്ക് പോകണം ഭയങ്കര ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം മുനീറിനെ ഞാൻ കൊണ്ടുപോവുകയാണ്. എല്ലാവരും അല്ല നല്ല അഭിപ്രായം പറയുന്നത്. ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അടുത്ത ജില്ലയല്ലേ, കൊല്ലം ജില്ലയല്ലേ, അപ്പൊ നമ്മൾ പോകാണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. നമുക്കൊരു ഷെയിമാണ്, കാരണം ഫ്രണ്ട്സ് കുറെ പേര് പോയിട്ടുണ്ട്. അപ്പം അവർ കുറെ പറഞ്ഞ റിവ്യൂസ് ഒക്കെ വെച്ചിട്ടാണ് പോകാന്ന് തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ. എന്തായാലും പോകുന്ന വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ ദൂരം ഞങ്ങളിതൊരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ലൊരു ഫുഡ് കഴിക്കുന്ന നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഉച്ചമുക്കാലായിട്ടുണ്ട്. നല്ല വിശപ്പ് അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ തപ്പി നടക്കുകയാണ്. നല്ല ഹോട്ടല്, വെറൈറ്റി ആയിട്ട് ഹോട്ടല് തപ്പിയാണ് നടക്കുന്നത്. ഇന്ന കൂട്ടത്തിൽ നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും, വ്ളോഗിൽ വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മളത് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ അതിൽ നടത്താം. ഓക്കെ, ടേസ്റ്റ് എന്തായാലും നോക്കട്ടെ. നല്ലൊരു ഷോപ്പോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ നോക്കാം. അതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇരുന്ന് കഴിക്കല് നടക്കില്ല, പാർസൽ മാത്രമേ എല്ലായിടത്തും ഉള്ളൂ. അപ്പൊ ഇത്ര നേരം നമ്മള് വന്നെങ്കിലും ഇത്രയും ദൂരം വന്നിട്ടുള്ളൊരു ഫീൽ ഇല്ല. കാരണം നമ്മൾ സംസാരിച്ചെടുത്ത് ഇങ്ങനെ വരുന്നോണ്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. റോഡൊക്കെ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, പൊളി റോഡ്. ഇനി ഒരു 6 കിലോമീറ്റർ ഉണ്ട്, നമ്മൾ ഏകദേശം അങ്ങ് എത്താറായി. ഏകദേശം എത്താറായതേ ഉള്ളൂ, എത്താറായിട്ടില്ല. മാപ്പ് പറയുന്നത് 6 കിലോമീറ്റർ എന്നാണ്. മാപ്പ് നോക്കി കണ്ടുപിടിച്ചത് 6 കിലോമീറ്റർ കൂടെ പറയുന്നുണ്ട്. ഇനി കുറെ കിടന്ന് കറങ്ങിയായിരുന്നു, എന്നിട്ടാണ് നേരെ ഇങ്ങനെ വന്നത്. അതാണ് അവിടെ എത്തി നമ്മള്. കുഴപ്പമില്ല, വെള്ളമൊക്കെ കണ്ടായിരുന്നു, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. യാതൊരു കായലും കണ്ടായിരുന്നു. ഇത് രണ്ട് സൈഡിലും കായൽ, അതായത് ശാസ്താംകോട്ട കായലാണ്. ഭയങ്കര പ്രസിദ്ധമായ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. എന്താണ്, ചർച്ച ആയാലും കുറെ ഉണ്ട് ഈ സ്ഥലം. പുരാതനമായ. അപ്പൊ ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് കൂടെ പോകുന്ന ഒരു ചെറിയൊരു സ്പേസ് ആണ്. അത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. അതാണ് കാണാനായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. To be in the great outdoors.
അപ്പൊ നമ്മൾ എന്തായാലും എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് നടക്കാം. നമുക്ക് ഇതാ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങള്. എന്തായാലും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. നല്ല വെയിലാണ് ഇവിടെ. അപ്പോ ഉച്ച സമയത്താ എത്തി. അതിന്റെ ഒരു ആൾക്കാരെ കുറവാണ്. വൈകിട്ടാകുമ്പോ മാത്രമേ ഇതിന്റെ ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട് സംഭവം. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഭയങ്കര വെയിലാണ്. നമ്മള് സ്ഥലം എത്തിയിട്ടുണ്ട്. കൊള്ളാല്ലേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വെയിൽ നല്ല വെയിലാണ് ഇവിടെ. ചൂട് അതിഗംഭീരമായ ചൂടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ് മാറിയതാ. കൊള്ളാവോ? സൂപ്പർ അല്ലേ? ലൈക്ക് ചെയ്തേക്കണേ. ഇത് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ശരിക്കും കാമൻ ക്വയറ്റ് ആണ് ഇവിടെ വരുമ്പോ. ശരിക്കും വേറെ ഫീലിംഗ് ആണ്. ഈ കായലിന്റെ ഈ ഭാഗത്തോടെ നടപ്പാതയുണ്ട്. ശരിക്കും നല്ല രസമാണ് കാണാൻ. ഭയങ്കര റഷൊന്നുമില്ല. ഒരുപാട് തിക്കും തിരക്കും അങ്ങനെയൊന്നുമില്ല. നല്ല പീസ്ഫുള്ളാണ്. മാത്രമല്ല പിക്സ് എടുക്കണമെങ്കിൽ ഇവിടെ വരണം. മൺട്രോത് നല്ല ക്വാളിറ്റി, നല്ല ക്ലൈമറ്റ്, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും എന്നെ കാണാൻ. നിന്നെ മാത്രമല്ല എന്നെ ഉണ്ട്. കൊള്ളാം. കുറേ നല്ല ഫോട്ടോസ്, വീഡിയോ, അതുപോലെ കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് നമ്മളിത് എടുക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോകണം. ഇവിടെ ബോട്ടിങ് മെയിനാണ് സംഭവം. ഇപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. എല്ലാവരും ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ബോട്ടിങ് എന്തായാലും ചെയ്യണം, കൺഫേം ആണ്. ബോട്ടിങ് ചെയ്താലേ കാര്യമുള്ളൂ. നമ്മൾ ചെറിയൊരു വള്ളത്തിൽ കയറിയ വള്ളമല്ലല്ലോ, കുട്ടവഞ്ചിയിൽ കയറി കേട്ടോ. ആദ്യമായിട്ടാ കയറുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. കറക്കിയെടുത്തു കലാറോ. എന്റെ പൊന്നോ, സൂപ്പർ ഏട്ടാ. ഞാൻ അങ്ങോട്ട് വരാമോ? വേണ്ട, അവിടെ ഇരുന്ന ഭയങ്കര നീ അതെടുത്തോ. നീ ഇങ്ങോട്ട് കാണിക്ക്. അത് കറങ്ങിയപ്പോ അത് വരണമായിരുന്നു. ഈ കുട്ടവഞ്ചി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ചേട്ടാ, ഒരു 2 റൗണ്ട് കൂടെ കറക്കാമോ? പിന്നെന്ത്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ അടുത്തോട് ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ 2ാമത് ഒരു റൗണ്ട് കൂടെ എടുക്കുകയാണ്. അപ്പോൾ കുട്ടവഞ്ചിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ഇതിനകത്ത് കയറുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ പൊളിയാണ് കേട്ടോ, പൊളി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടവഞ്ചിയിൽ കയറണം എല്ലാവരും. സൂപ്പറാണ്. വാവ് പൊളി. മതിയോ? താങ്ക്സ്. പൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. ഈ മൺട്രോതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇവിടെ. അപ്പോൾ ഈ ചേട്ടനൊന്ന് കാണിക്കണം. ഈ പുള്ളിക്കാരനാണ് ഇവിടെ നമ്മളെ ഈ കുട്ടവഞ്ചി ഡ്രൈവർ, ഉത്തമൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ഈ ഉത്തമൻ ചേട്ടനെ ഒന്ന് മീറ്റ് ചെയ്താൽ മതി. നമ്പർ കൊടുത്തേക്കാം. പുള്ളിക്കാരനെ മീറ്റ് ചെയ്യുക. അപ്പോൾ പുള്ളി നമ്മൾ പറയുന്ന പോലെ തന്നെ കുട്ടവഞ്ചി വേറൊരു മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ 2 പ്രാവശ്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ നമ്മളടുത്ത് ആദ്യം ഇങ്ങനെ പറഞ്ഞു ഇതുപോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ 2ാമത് നമ്മളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് പുള്ളിക്കാരൻ നമ്മളോട് ഒപ്പം നിൽപ്പുണ്ട്. ഞാൻ മാസ്ക് മാറ്റാൻ പറഞ്ഞത്, സോറി. ഇത് മുനീറിന്റെ വ്ളോഗാണ്, എന്റെ വ്ളോഗല്ല. ഞാനാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇതിനകത്ത്. പക്ഷേ ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും പൊളി, നല്ല രസമാണ് ഇതുപോലെ. പക്ഷെ വേറെ എനിക്ക് തോന്നുന്നത് ഈ വേറെ ബോട്ടിലൊക്കെ കയറി ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ കുട്ടവഞ്ചിയിൽ വേറൊരു ഫീലിംഗ് ആണ് ശരിക്കും. ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. നീ കേട്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഇവിടെ ഒരു 3 വർഷമായിട്ടാണ് ഇത് ഈ ടൂറിസ്റ്റ് ഈ കേന്ദ്രം ഇതുള്ളത്, ഇത്രയും ഇതായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരണം എന്ന്. പക്ഷെ ഇന്നാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. ഇവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. ഓക്കെയാണ് എനിക്ക്. നമ്മൾ മുകളിൽ കയറി നിൽക്കുവാണ്ട. ഈ കുട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്കാരൻ നമ്മളെ ഇതിന്റെ മുകളിൽ കയറ്റി ഇതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇന്ന് കുറെ ഫോട്ടോ സെക്ഷൻ. അപ്പുറത്ത് പാർക്കിംഗ് ആണ്, അപ്പുറത്ത് ഇപ്പുണ്ട്. വല്ലാത്തൊരു പ്രത്യേക ഒരു ഫീലിങ്സ് തന്നെ.
വന്ന് വീഴാതിരുന്ന കൊള്ളാം. കുഴപ്പമില്ല, കൊള്ളാം. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ വന്നത്. എന്തായാലും ഞാൻ ചേട്ടൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി എന്തായാലും കാണുക. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരും. ഇതാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ കുട്ടപ്പ അല്ലേ? ഉത്തമൻ. എന്തായാലും നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട ഇവിടെ വരുമ്പോഴത്തേക്കും. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഒരു വൈകിട്ട് എത്ര മണിയായി? ഒരു 4-5 മണി അടുപ്പിച്ചായി. 5 മണിയായി. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വരട്ടെ. എന്തായാലും ഷെയർ ചെയ്തേക്കാം കേട്ടോ എല്ലാവരും വീഡിയോ. ഓക്കെ, ബൈ.